ഇമാമിനും മസ്ബൂക്കിനും സുന്നത്താവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം സ്വഫ് ശരിപ്പെടുത്തൽ തന്നെയാണ്. അത് ഇമാമിന് മാത്രമല്ല, മഅ്മൂമുകൾക്ക് കൂടി സുന്നത്തുണ്ട്. സ്വഫ് ശരിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിൽ കടന്നു വരുന്ന കാര്യമായ ഒരു ചർച്ച കസേര എങ്ങനെ ഇടണം എന്ന കാര്യത്തിലാണ്. തുടക്കത്തിൽ നിൽക്കുന്ന ആളുകളാണ് എന്ന നിലയിൽ ബാക്കിയുള്ളവരോടൊപ്പം അവരുടെ കാലൊപ്പിച്ച് കസേര ബാക്കിലേക്ക് ഇടണം എന്ന് പറയണം. കാരണം ഒരു തുടക്കത്തിൽ നിൽക്കുകയാണല്ലോ, നമ്മളെപ്പോലെ തുടക്കത്തിൽ നിന്ന് നിസ്കരിക്കുന്ന കസേരക്കാർ. അപ്പോൾ ബാക്കിയുള്ളവരെ പോലെ അവരുടെ മടമ്പ് ഒപ്പിക്കുമ്പോൾ കസേര ബാക്കിലേക്കിട്ട് നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയണം. അതേസമയം അവർ സുജൂദിലേക്ക് വരുമ്പോൾ, അത്തഹിയ്യാത്തിലേക്ക് വരുമ്പോൾ ഒക്കെ കസേരയിൽ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ കസേര ഇറക്കിയിട്ട സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ അവർ ബാക്കിലേക്ക് ഇരിക്കാറുള്ള പ്രശ്നം വരും. കാരണം ഇരിക്കുന്നവൻ്റെ ഒക്കൽ അവൻ്റെ പൃഷ്ഠഭാഗം കൊണ്ടാണ്. അപ്പോൾ അത്തഹിയ്യാത്ത് ഇരിക്കുമ്പോഴും സുജൂദിലേക്ക് വേണ്ടി ഇരിക്കുമ്പോഴൊക്കെ അവർ ബാക്കിലേക്കാണ് പോവുക. അപ്പോൾ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. കയറ്റി വെച്ചാലും പ്രശ്നമാണ്, ഇറക്കിയിട്ടാലും പ്രശ്നമാണ്. പിന്നെ കയറ്റിയിട്ടാലുള്ള പ്രശ്നം, നേരത്തെ തന്നെ കയറ്റിയിട്ടാലുള്ള പ്രശ്നം സ്വഫ് ശരിയാകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അവർ നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർ കയറി നിൽക്കാൻ ബാക്കിയുള്ളവരോട് ഒപ്പാകുന്നില്ല. കാരണം അവർ നൃത്തത്തിൽ അവർക്ക് പ്രശ്നമില്ലാത്തത് കൊണ്ട് തുടക്കത്തിലേ അവർ നിൽക്കുന്നു. അപ്പം എന്നാൽ ബാക്കിയുള്ളവരെ പോലെ മടമ്പ് ശരിയാക്കാൻ പറ്റുന്നുമില്ല. അങ്ങനൊരു വിഷയം അവിടെ ഉണ്ട്. അപ്പോൾ സ്വഫ് സമമാകാതെ വരുമ്പോൾ ജമാഅത്തിന്റെ കൂലി അവർക്ക് ലഭിക്കുകയില്ല എന്നാണ് ഫുഖഹാവ് പറയുന്നത്. ഇവിടെ നമ്മൾ വീക്ഷിക്കേണ്ട ഒരു കാര്യം, പ്രായോഗികമായി നമുക്ക് നടപ്പിലാകുന്ന ഒരു കാര്യം, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അംഗീകരിക്കപ്പെടുന്ന രണ്ട് ഇമാമിങ്ങൾ, ഒന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവും മറ്റൊന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹുവുമാണ്. സ്വഫ് സമമാകാതെ നിന്നാൽ അവർക്ക് നൃത്തത്തിലെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുമോ ഇല്ലയോ? മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വഫ് ശരിയാകാതെ വരുമ്പോൾ ജമാഅത്തിന്റെ കൂലി അവർക്ക് നഷ്ടമാവും. എന്നാൽ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വഫ് സമമാകാതെ വന്നു എന്നതുകൊണ്ട് മാത്രം ജമാഅത്തിന്റെ കൂലി അവർക്ക് നഷ്ടമാവുകയില്ല. അപ്പൊ ആ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കസേര മുമ്പിലേക്ക് തന്നെ ഇടാം. അവർ മുന്തി നിൽക്കുക എന്ന ഒരു പ്രശ്നമാണ് അവിടെ ഉള്ളത്. അതിനവർ കാരണമുള്ളവരാണ്. കാരണം അവർക്ക് ഇരുന്നുകൊണ്ടല്ലാതെ അത്തഹിയ്യാത്തും, കസേരയിൽ ഇരുന്നുകൊണ്ടല്ലാതെ സുജൂദും അത്തഹിയ്യാത്തും നിർവഹിക്കാൻ കഴിയില്ല. അപ്പൊ അവർ കാരണമുള്ളവരാണ്, അതുകൊണ്ട് അവർ മുന്തി നിൽക്കുന്നു. എന്നാൽ ബാക്കിയുള്ള ആളുകൾക്ക് സുജൂദിനും നിൽക്കാനൊന്നും പ്രശ്നമില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം, മുന്തി നിൽക്കണം എന്ന് പറഞ്ഞാലും പ്രശ്നമുണ്ട്, മുന്തി നിൽക്കണം എന്ന് പറഞ്ഞാലും പ്രശ്നമുണ്ട്. എന്നാൽ മുന്തി നിന്നു എന്നതുകൊണ്ട് ജമാഅത്തിന്റെ കൂലി നഷ്ടമാവുകയില്ല എന്ന ഇമാം റംലി റളിയല്ലാഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് പ്രായോഗിക തലത്തിൽ മുന്തി നിൽക്കലാണ് നല്ലത്. അവർ മുന്തി നിൽക്കുമ്പോൾ മറ്റുള്ളവരോട് ഒപ്പമാകുന്നില്ല എന്ന ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതിനവർ കാരണമുള്ളവരാണ്. കാരണം അവർക്ക് കസേരയിൽ ഇരുന്നു കൊണ്ടല്ലാതെ സുജൂദും അത്തഹിയ്യാത്തും നിർവഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അതേ പറ്റൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്തിളാറു ദാഖില മഹല്ലി സ്വലാത്തി മുരീദൻ അൽ-ഇഖ്തിദാഅ ബിഹി ഫി റുകൂഇ വത്തശഹുദിൽ അഖീർ. ഇമാമ് ഇങ്ങനെ നിസ്കരിക്കുമ്പോഴാണ്, ഇമാമ് റുക്കോയിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് ഇമാമിന് മനസ്സിലാവണം. ഇങ്ങനെ നടക്കുമ്പോൾ അറിയാലോ അതിൻ്റെ ശബ്ദം. ഇമാം റുക്കോയിലാണ്. അദ്ദേഹം ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഓടി വരികയാണെങ്കിൽ
അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് റുക്കോയിലും അവസാനത്തെ അത്തഹിയാത്തിലും ഒരല്പം വെയിറ്റ് ചെയ്തിരിക്കുക. അത് സുന്നത്താണ്, ഇമാമിന് സുന്നത്താണ്. ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. നമ്മളെ സുഹൃത്ത് വരുമ്പോൾ മാത്രം വെയിറ്റ് ചെയ്യും, ബാക്കിയുള്ളവരെ മെയിൻറ്റ് ചെയ്യൂല. അത് ചെയ്യരുത്. വരുന്ന ആളുകളെ എല്ലാവരെയും കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആരും കീപ്പ് ചെയ്യാതിരിക്കുക. വ്യക്തികൾക്കിടയിൽ വേർതിരിവ് പാടില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. എന്നാൽ ബിലാ തത്വീലും, അത് സുദീർഘമാകാനും പാടില്ല. കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ അവർക്കിടെ ഡിസ്റ്റർബ് വരാത്ത കണ്ടീഷനിൽ ഒരല്പനേരം എന്താ വേണ്ടുള്ളൂ, ഇമാമിനോടൊപ്പം ഒരു സെക്കൻഡ് അടങ്ങി താമസിച്ചാൽ അവർക്ക് ആ റക്അത്ത് ലഭ്യമാവുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ജുമുഅയിലൊക്കെ ഈ പറഞ്ഞ മാതിരി യാത്രക്കിടയിലൊക്കെ പള്ളിയിൽ ഓടിക്കേറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ റക്അത്തിലെ ആ ഒരു റുക്കോയിലെ ഒരു അടങ്ങി താമസം കിട്ടിയാൽ അയാൾക്ക് ജുമുഅ ലഭിക്കുകയാണ്. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇമാമ്, അത് സുന്നത്താണ്, അത് ഇമാമിന് സുന്നത്താണ്. വരുന്നവർക്കിടയിൽ വേർതിരിവും പാടില്ല, സുദീർഘമാകാനും പാടില്ല. ആ നിലയിൽ റുക്വയിലും അവസാനത്തെ തഹിയ്യാത്തിലും നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന ആളെ പ്രതീക്ഷിക്കൽ ഇമാമിന് സുന്നത്താണ്. അതുപോലെ ഇന്തിദാറു മുവാഫിഖിൻ തഖല്ലഫ ലൈത്മാമിൽ ഫാത്തിഹത്തി ഫി സജദത്തി സാനിയ, രണ്ടാമത്തെ സുജൂദിൽ ഫാത്തിഹ ഓതാൻ വേണ്ടി പിന്തിയ മഅ്മൂമിനെയും ഇമാമ് പ്രതീക്ഷിക്കൽ സുന്നത്താണ്. ഇമാമ് റുക്കുയിലേക്ക് പോയപ്പോൾ മഅ്മൂമ് റുക്കുയിലേക്ക് പോയില്ല. കാരണം ഫാത്തിഹ ഓതിയോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ ഫാത്തിഹ ഓതിയിട്ടേ പോകാവെന്ന് പറഞ്ഞില്ല നമ്മൾ. ഇമാമ് റുക്കുയിലേക്ക് അങ്ങ് പോയപ്പോൾ മഅ്മൂമിന് സംശയം, ഞാനിപ്പോൾ ഫാത്തിഹ ഓതിയോ ഇല്ലയോ, എന്നാൽ ഫാത്തിഹ ഓതിയിട്ടേ പോകാവൂ. ഇല്ല, ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ഉറപ്പാണ്, എങ്കിലും അയാൾ ഫാത്തിഹ ഓതിയിട്ടേ പോകാവൂ. അപ്പൊ അദ്ദേഹം റുക്കോയിലേക്ക് വന്നില്ല, അപ്പൊ അയാൾ ഫാത്തിഹ ഓതാൻ വേണ്ടി പിന്തി എന്ന് ഇമാമിന് മനസ്സിലായി. എന്നാൽ പിന്നെ ആ ഇമാമ് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരാൻ ഒരല്പം വെയിറ്റ് ചെയ്യുക, അദ്ദേഹം റുക്കോയിലേക്ക് പോകാൻ വേണ്ടി. കാരണം രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഇമാമ് ഉയരുന്നതിന് മുമ്പായിട്ട് പിന്തി ആ മഅ്മൂം റുക്കോയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ആ റക്അത്ത് അയാൾക്ക് നഷ്ടാവും. അതിനു വേണ്ടി മനസ്സിലാണില്ലേ പറഞ്ഞത്? സുന്നത്താണ്, തിരിഞ്ഞില്ലേ? അതുപോലെ ഇർഷാദുൽ മഅ്മൂമി ഇല സുന്നത്തി ഇദാ ഫഅല ഖിലാഫഹാ, മഅ്മൂമിനെ സുന്നത്തിലേക്ക് ക്ഷണിക്കലും സുന്നത്താണ് ഇമാമിന്. ഇമാമ് നിസ്കരിക്കുകയാണ്, അപ്പോൾ ഒരാൾ വന്നിട്ട് ഇടത് ഭാഗത്ത് വന്ന് എന്ത് ചെയ്തു? തുടർന്നു. യഥാർത്ഥത്തിൽ ഒരാളാകുമ്പോൾ വന്ന് തുടരേണ്ടത് വലതു ഭാഗത്താണ്. അപ്പോൾ ഒരാൾ ഇടത് ഭാഗത്ത് വന്ന് തുടർന്നാൽ അദ്ദേഹത്തെ വലതു ഭാഗത്തേക്ക് ഇങ്ങനെ തട്ടി മാറ്റണമെന്നാണ്, അത് സുന്നത്താണ്. വലതുഭാഗത്ത് വന്ന് നിൽക്കേണ്ട ഒരാൾ ഇടതു ഭാഗത്ത് വന്ന് നിന്നാൽ അദ്ദേഹത്തിന് ജമാഅത്തിന്റെ കൂലിയില്ല. നൃത്തത്തിലെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെട്ടു പോയി. നിസ്കാരത്തിന് പ്രശ്നമില്ല, പക്ഷെ ആ ജമാഅത്തിന്റെ കൂലി അദ്ദേഹത്തിന് നഷ്ടമാകും. നൃത്തത്തിലെ ജമാഅത്തിന്റെ കൂലി നഷ്ടമാകും. എന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നു, ഇമാമിൻ ഒരാളാകുമ്പോൾ ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കണം. അത് തന്നെ ഇമാമിന്റെ കാല് കഴിഞ്ഞാൽ കിട്ടുന്ന ഭാഗം, ഇദ്ദേഹത്തിന്റെ ഈ വിരലിന്റെ ഭാഗം ഇമാമിന്റെ മടമ്പിൽ നിന്ന് പിന്തി നിൽക്കുന്ന അവസ്ഥ മാത്രം, അത് മതി. ഇങ്ങനെ നിൽക്കാൻ പാടില്ല, നേരെ വേക്കൽ നിൽക്കാൻ പാടില്ല, ഇതിനേക്കാൾ അകന്നു നിൽക്കാനും പാടില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നിസ്കാരത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല, നൃത്തത്തിലെ ജമാഅത്തിന്റെ കൂലി പോകും. വലതുഭാഗത്ത് പിന്തി നിന്നാലും പോകും, വലതു ഭാഗത്ത് നിൽക്കേണ്ടതിന് പകരം ഇടതു ഭാഗത്ത് നിന്നാലും പോകും. അങ്ങനെ ഇടതു ഭാഗത്ത് വന്ന് ഒരു മഅ്മൂം നിന്നാൽ അദ്ദേഹത്തെ നിസ്കാരം ബാത്തിലാകാത്ത കണ്ടീഷനിൽ ഇങ്ങനെ വലതുഭാഗത്തേക്ക് മാറ്റുക, അത് സുന്നത്താണ്. പിന്നെ മഅ്മൂമിനും കൂടി ഇച്ചിരി റേഞ്ച് വേണം, അപ്പോഴേതൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ കുറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. നിസ്കാരം ബാത്തിലാകുന്ന വിധത്തിലുള്ള അനക്കങ്ങൾ കൂടുതലുണ്ടാവും. അഞ്ചാമത്തേത് ഇസ്തിഖ്ലാഫുഹു ഇദാ ഖറജ മിൻ സ്വലാത്തിഹി ലിനഹ്വി ഹദസിൻ മൻ യുതിമ്മുഹാ, അശുദ്ധിയുടെ പേരിൽ നിസ്കാരത്തിൽ നിന്ന് ഇമാം പുറത്തു പോകേണ്ടി വന്നാൽ അത് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരാളെ പ്രതിനിധിയായി നിശ്ചയിക്കൽ ഇമാമിന് സുന്നത്താകുന്നു.
ഇമാമിൻ്റെ ഒളു മുറിഞ്ഞു പോയി നിസ്കാരത്തിന്. അങ്ങനെയാകുമ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരാളെ ഇമാമ പ്രതിനിധിയാക്കുക, ബാക്കിയുള്ള ഒരാളോട് കയറി നിൽക്കിയെന്ന് പറയാം. അത് സുന്നത്താണ്. തഖ്ഫീഫുസ് സ്വലാത്തി ബിഅദ്നൽ കമാൽ, ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് വലിയ രൂപത്തിൽ സുദീർഘമായി നിസ്കരിക്കരുത്. വളരെ ചുരുക്കി ഒറ്റ തസ്ബീഹ് മാത്രം ചൊല്ലി അങ്ങനെ നിസ്കരിക്കരുത്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു മധ്യരൂപത്തിലാണ് ഇമാമിൻ്റെ നിസ്കാരം വേണ്ടത്. സുദീർഘമാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ സുജൂദിൽ വേണമെങ്കിൽ 11 തസ്ബീഹുകൾ ചെല്ലാം, റുക്കൂയിൽ 11 തസ്ബീഹുകൾ ചെല്ലാം, സമ്പൂർണ്ണമായ റുക്കുവും സുജൂദും അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഇമാം നിർവഹിക്കാൻ പാടില്ല, അത് മാമുമികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചുരുങ്ങിയ രൂപത്തിൽ തസ്ബീഹ് ചെല്ലുകയാണെങ്കിൽ ഒറ്റ തസ്ബീഹ് ചെല്ലാം, പക്ഷെ അങ്ങനെയും ഇമാം നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ രണ്ടിൻ്റെയും ഇടയിലെ ഒരു നിലവാരം, അപ്പോൾ ഒരു 3 തസ്ബീഹ് ചൊല്ലിയിട്ട് 3-നേക്കാൾ ഇമാമ് വർദ്ധിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മത്റൂഖായ പള്ളിയിൽ, മത്റൂഖ് എന്ന് പറഞ്ഞാൽ വഴിയോരങ്ങളിലൊക്കെ ഉള്ള ജമാഅത്ത് നടക്കുമ്പോൾ വേറെ ഒരാളെങ്കിലും വരാൻ സാധ്യതയുള്ള പള്ളികളിൽ ഒരു മധ്യ നിലവാരത്തിലുള്ള നിസ്കാരമാണ് ഇമാമ് നിർവഹിക്കാൻ പാടുള്ളത്. സുന്നത്താണ്. തർക്കമില്ല. ഇല്ലാ യർളാ ബിത്തത്വീൽ ലഫ്ളൻ മഹ്സൂറൂന ബിമസ്ജിദിൻ ഗൈരി മത്റൂഖിൻ, വഴിയോരങ്ങളിലുള്ളതല്ലാത്ത പള്ളികളിൽ നിശ്ചയിക്കപ്പെട്ട മഅ്മൂമിങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ വാചികമായി പറയും നിങ്ങൾ എത്ര നിസ്കരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾക്ക്. കാരണം അവരാകെ 4 ആളും പുതിയാപ്പള്ളി എന്ന് പറയുന്നത് പോലെ ഒരു ഇമാമും 4 മഅ്മൂമിങ്ങളും ഉള്ളൂ. നിസ്കരിക്കുമ്പോഴും അങ്ങനെ ഉള്ളൂ, ഇനി അത് കഴിഞ്ഞാലും അങ്ങനെ ഉള്ളൂ. അങ്ങനത്തെ പള്ളിയിൽ സുദീർഘമായി നിസ്കരിക്കാം, അത് പ്രശ്നമില്ല. അതുപോലെ വയൽസമു തഖ്ഫീഫുസ് സ്വലാ, നിസ്കാരത്തെ ലഘുവാക്കാൻ നിർബന്ധമാകുന്ന ഘട്ടമുണ്ട്. ലിംഗാദി ഹയവാനിൻ മുഹ്തറമിൻ, വന്ദിക്കപ്പെടുന്ന ഒരു ജീവിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു പൂച്ച വെള്ളത്തിൽ അങ്ങ് ചാടി, കിണറിൽ ചാടി എങ്കിൽ വളരെ പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കണം ആ ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അല്ലെങ്കിൽ ഒരാൾ കിണറ്റിൽ വീണു, നമ്മൾ നിസ്കാരത്തെ മുറിച്ചാലേ ആക്കി രക്ഷയുള്ളൂ എന്ന് കണ്ടാൽ നമ്മൾ നിസ്കാരം മുറിക്കേണ്ടി വരും. അതല്ല നമ്മൾ പെട്ടെന്ന് നിസ്കരിച്ച് പോയാൽ അത് അങ്ങനത്തെ ഒരു ജീവിയാണ്. അപ്പൊ പൂച്ചയെന്ന് വെള്ളത്തിൽ ചാടി എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും മരിക്കാൻ പോകുന്നില്ല. അപ്പോ ആ നിസ്കാരത്തെ ലഘൂകരിക്കുക അത് നിർബന്ധമാണ്. എന്നാൽ വയജൂദു ലിംഗാദി മാലിൻ മുഹ്തറമിൻ, ഒരാളുടെ മുഹ്തറമായ സമ്പത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിസ്കാരത്തെ ചുരുക്കൽ അനുവദനീയമാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ അത്രേ പറയുന്നുള്ളൂ. വേണമെങ്കിൽ നിസ്കാരത്തെ ചുരുക്കാം, പെട്ടെന്ന് നിർവഹിക്കാം. അതേസമയം നിസ്കാരത്തെ മുറിച്ചാലേ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന് കാണുമ്പോൾ നിസ്കാരത്തെ മുറിക്കൽ നിർബന്ധമാണ്. നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്താണ് ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ ചാടിയത് കണ്ടത്. അത് കണ്ടുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ നിസ്കാരത്തെ പിന്തിപ്പിക്കൽ നിർബന്ധമാണ്. അതാ വലത്ത് ഒരാളുടെ സ്വത്ത് ഇങ്ങനെ ഒരു പുഴയുടെ ഓരത്ത് അദ്ദേഹത്തിന്റെ തേങ്ങയെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശക്തമായ മഴ വന്നപ്പോൾ അതിങ്ങനെ ഒലിച്ചു പോവുകയാണ്, ഓരോന്ന്. അപ്പോൾ നിസ്കരിക്കാൻ പോയി വരുമ്പോഴേക്ക് ഇത് തീരുമാനമാവും. എന്നാൽ പിന്നെ സുന്നത്താണ് അത് രക്ഷപ്പെടുത്താൻ വേണ്ടി നിസ്കാരത്തെ പിന്തിപ്പിക്കുക. ഒരു ജീവിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ തുടക്കത്തിലാകുമ്പോൾ അത് നിർബന്ധമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ആ സൊഫിൽ നിന്ന് ഒരല്പം മാത്രം ഒന്ന് മുന്തി നിൽക്കണം ഒരു സ്ത്രീ. സാധാരണ നമ്മൾ നിൽക്കുന്നത് സുജൂദ് ചെയ്യാനുള്ള അത്രയും സ്ഥലം കീപ്പ് ചെയ്തിട്ടാണ് പുരുഷന്മാർ ഇമാമത്ത് നിൽക്കുമ്പോൾ. എന്നാൽ സ്ത്രീകളുടെ ഇമാമത്താണെങ്കിൽ സൊഫിൽ നിന്ന് ഒരല്പം മാത്രം മുന്തി നിൽക്കുക. ഒരാൾ മുന്തി നിൽക്കുന്നുണ്ട് എന്നറിയാൻ മാത്രം ആ കാലിൻ്റെ വലിപ്പം മാത്രം മതി, അതിനേക്കാൾ കൂടുതൽ മുന്തണ്ട. അതാണ് സ്ത്രീകളുടെ ഇമാമത്തിൽ സുന്നത്തായത്. ഇനി മസ്ബൂക്കിന് സുന്നത്തായ കാര്യങ്ങളാണ് പറയാൻ പോണത്. ഇമാമ് റുക്വയിൽ കിടക്കുകയാണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെ റുക്വയിന് കൂടി ചൊല്ലൽ നിർബന്ധമാണ്. തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം ആദ്യം കെട്ടി
ഇമാം റുക്കോയിലാണെങ്കിൽ റുക്കോയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വേറെ ഒരു തക്ബീർ കൂടി ചെല്ലുക. അതേസമയം റുക്കോയിൽ കിടക്കുന്ന ഇമാമിനോട് കൂടാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒറ്റ തക്ബീർ ചൊല്ലി പോയാൽ അത് നിസ്കാരം സഹീഹാവുകയില്ല. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇമാമ റുക്കോയിലേക്ക് കിടക്കുകയാണ്, ആ സമയത്ത് ഒരാളിങ്ങനെ വരികയാണ്, വന്നപ്പോൾ 100 നിസ്കാരം 4 റക്അത്ത് ഇമാമോട് നമസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഒറ്റ പോക്കാണ് പോയി. അത് ശരിയാവില്ല. ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിൽ പ്രവേശിക്കാനുള്ള ഒരു തക്ബീർ ചെല്ലണം. കൈ കെട്ടൽ സുന്നത്താണ്, തക്ബീർ ആദ്യം ചെല്ലണം. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന റുക്കോയിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ഒരു തക്ബീർ ചെല്ലുക, ഇത് സുന്നത്താണ്. ഇത്തിദാലിൽ നിൽക്കുകയാണ് ഇമാമ്, അപ്പോൾ നിസ്കാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള തക്ബീർ ചെല്ലണം. എന്നിട്ട് സുജൂദിലേക്ക് പോകുമ്പോഴും തക്ബീർ ചെല്ലണം, സുന്നത്താണ്. അതേസമയം ഇമാമ് സുജൂദിൽ കിടക്കുകയാണ്, അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു, ഇനി സുജൂദിലേക്ക് പോകാൻ തക്ബീർ ചെല്ലൽ സുന്നത്തില്ല. കാരണം അത് നമുക്ക് തുടരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമല്ല, തുടരണ്ടെന്നല്ല. അതുകൊണ്ട് ആ സുജൂദിലേക്ക് ഇമാമ സുജൂദിൽ കിടക്കുമ്പോൾ മഅ്മൂമു സുജൂദിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തക്ബീർ ചൊല്ലൽ സുന്നത്തില്ല. തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ള ഘട്ടമാണ് റുകൂഇൽ ഇമാമിനെ തുടരാൻ തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെ പോകാനുള്ള തക്ബീർ ചൊല്ലണം. ഇഅ്തിദാലിൽ നിൽക്കുന്ന ഇമാമിനോടൊപ്പം തുടരാൻ തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെ ഇനി സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലണം. സുജൂദിൽ കിടക്കുന്ന ഇമാമിനോട് തുടരാൻ തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെ സുജൂദിലേക്ക് പോകാൻ ഒരു തക്ബീർ ചൊല്ലൽ സുന്നത്തില്ല. അതാണ് രണ്ടാമത്തേത്. മുവാഫഖത്തുൽ ഇമാമി ഫി അദ്കാരി മാ അദ്റകഹു മഅഹു, എവിടെയാണോ ഇമാമിനോടൊപ്പം തുടർന്നത് അവിടെയുള്ള ദിക്റായാലും തസ്ബീഹായാലും അത്തഹിയാത്തായാലും സ്വലാത്തായാലും ദുആയാലും മഅ്മൂമ് നിർവഹിക്കൽ സുന്നത്താണ്. ഒരാൾ വന്നിട്ട് ഇപ്പോ അവസാനത്തെ അത്തഹിയാത്തിലെ ഇമാമിനോടൊപ്പം തുടരുന്നത്, കയറി വരുന്ന സമയത്ത് ഇമാം അവസാനത്തെ അത്തഹിയാത്തിലാണ് എങ്കിൽ ആ അത്തഹിയാത്ത് മുഴുവനായി ആ മഅ്മൂമിന് ഓതൽ സുന്നത്തുണ്ട്. അത്തഹിയാത്ത് ചെല്ലണം, സ്വലാത്ത് ചെല്ലണം, അതിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദം. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്തിൽ അതൊന്നുമില്ല. ഒന്നാമത്തെ അത്തഹിയാത്തിൽ ആലിന്റെ മേലിലുള്ള സ്വലാത്ത് ചൊല്ലാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇമാമിന്റെ അവസാനത്തെ അത്തഹിയാത്ത് ആയതുകൊണ്ട് കുറേ സമയമുണ്ട്, അതുകൊണ്ട് ആലിന്റെ മേലിലുള്ള സ്വലാത്ത് വരെ മഅ്മൂമിങ്ങൾ ഇമാമിനോട് അനുബന്ധമായി ചൊല്ലണം, അത് സുന്നത്താണ്. ഹത്താ എത്രത്തോളം ഹത്താ ബിസ്സലാത്തി അലൽ ആലി, ആലിന്റെ മേലിലുള്ള സ്വലാത്ത് വരെ മഅ്മൂമ് ചൊല്ലണം. വലോ ഫി തശഹുദിൽ മഅ്മൂമിൽ അവ്വലി, മഅ്മൂമിന്റെ ഒന്നാമത്തെ അത്തഹിയാത്താണെങ്കിലും ശരി. അതുപോലെ റഫഉ യദൈഹി തബഅൻ ലിഇമാമിൽ ഖായിമി മിന തശഹുദിൽ അവ്വലി, ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിന്ന് എണീക്കുന്ന ഇമാമിനോട് തുടർന്നുകൊണ്ട് മഅ്മൂമിന് കൈ ഉയർത്തൽ സുന്നത്താണ്. രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോഴും മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോഴും യഥാർത്ഥത്തിൽ കൈ ഉയർത്തൽ സുന്നത്തില്ല. ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് എണീക്കുന്നിടത്ത് മാത്രമാണ് കൈ ഉയർത്തൽ സുന്നത്ത്. നമ്മൾ പറഞ്ഞിരുന്നു, ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റക്അത്ത് എണീക്കുമല്ലോ, ആ എണീക്കൽ ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് കെട്ടൽ സുന്നത്തില്ല. 3ൽ നിന്ന് 4ാമത്തേക്ക് വരുന്നിടത്തും ഇങ്ങനെ ഉയർത്തൽ സുന്നത്തില്ല. പക്ഷേ നമ്മൾ തുടർന്നത് ഇമാമിനോടൊപ്പം തുടർന്നത് 3ാമത്തെ റക്അത്തിലാണ്, അല്ലെങ്കിൽ 2ാമത്തെ റക്അത്തിലാണ്. അപ്പൊ ഇമാമ് ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞു വരുന്ന ഘട്ടമാണ്. അപ്പൊ ആ ഇമാമിനോടനുബന്ധമായി നമ്മളും കൈ ഉയർത്തൽ സുന്നത്താണ്. അവിടെ നമ്മൾ ആദ്യത്തെ അത്തഹിയാത്തിന്റെ പോസ്റ്റ് അല്ല, എന്നാൽ പോലും അത് സുന്നത്താണ്. വലാ യതവറഖു തബഅൻ ലഹു, എന്നാൽ ഇമാമിനോട് അനുബന്ധമായി തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടതില്ല. പിന്നെയോ ബൽ ഫി തശഹുദിൽ അഖീരി, അത് മഅ്മൂമിന്റെ അവസാനത്തെ തഹിയാത്തിൽ മാത്രം മതിയാവുന്നതാണ്. അപ്പൊ ഇമാമിനോട് യോജിച്ചുകൊണ്ട് ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് ഇമാം ഉയരുന്ന ഘട്ടമാണെങ്കിൽ മഅ്മൂം കൈ ഉയർത്തൽ സുന്നത്താണെന്ന് പറഞ്ഞെങ്കിലും
അത്തഹിയാത്ത് ഇരിക്കുന്നിടത്ത് അവസാനത്തെ അത്തഹിയാത്ത് മൗമൂമിൻ്റെത് എപ്പോഴാണ് വരുന്നത്? അവിടെ മാത്രം ഈ ഭൂമിയിലേക്ക് പൃഷ്ഠഭാഗം ചരിച്ചിരുന്നാൽ മതി. സലാം ഉടനടിയാകുന്ന ഇരുത്തമാണ്. സലാം ഇരുന്നാൽ പിന്നെ സലാം, ആ ഇരുത്തം മാത്രമേ എന്തുള്ളൂ? പൃഷ്ഠഭാഗം ഭൂമിയിലേക്ക് താഴ്ത്തിയിരിക്കേണ്ടതുള്ളൂ. അല്ലാത്ത ഇരുത്തെല്ലാം കയറിയിരിക്കണം. സലാം ഉടനടിയാകുന്ന ഇരുത്തം ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കണം. അപ്പൊ സഹബിന്റെ സുജൂദ് ചെയ്യാനുണ്ട് എങ്കിൽ സുജൂദിന്റെ മുമ്പ് കയറിയിരിക്കണം. ആദ്യത്തെ അത്തഹിയാത്ത് പോലെ സഹബിന്റെ സുജൂദ് കഴിഞ്ഞു, പിന്നീടുള്ള ഇരുത്തം ഇറങ്ങിയിരിക്കണം. അപ്പൊ ഇമാമിന്റെ അവസാനത്തെ അത്തഹിയാത്താണ്. അപ്പോഴാണ് ഒരാൾ വന്ന് ചേരുന്നത് അത്തഹിയാത്തില്. അവിടെ അദ്ദേഹം ഇമാമിനോട് ചോദിച്ച് ഇറങ്ങിയിരിക്കണ്ട, അദ്ദേഹത്തിന്റെ അത്തഹിയാത്തിൽ മാത്രമാണ് ഇറങ്ങിയിരിക്കേണ്ടത്. സുന്നത്താണ്. അതുപോലെ മസ്ബൂഖായ ആള് പിന്നെ നിസ്കരിക്കാണ്ട്, ഇമാമ് സലാം വീട്ടിയിട്ട് ഒരാൾക്ക് പിന്നെ നിസ്കരിക്കാണ്ട്, എന്നാൽ 2 സലാമും കഴിഞ്ഞിട്ട് വേണം എണീക്കാൻ. അതാണ് സുന്നത്ത്. ഇമാമിന്റെ സലാം വീട്ടിയിട്ട് പിന്നെയും ഒരാൾക്ക് നിസ്കരിക്കാനുണ്ടെങ്കിൽ ഇമാമിന്റെ 2 സലാമും കഴിഞ്ഞതിന് ശേഷമാണ് എണീക്കൽ സുന്നത്തായിട്ടുള്ളത്. എന്നാൽ ഒരു കാര്യം, വഹറുമ മുഖ്സൻ ബഅദ തസ്ലീമത്തൈഹി ഹൈതു ലം യകുൻ മഹല്ല ജുലൂസിഹി വതബ്തുലു ബിഹി സ്വലാത്തുഹു ഇൻ അലിമ വതഅമ്മദ വസാദ അലാ ഖദ്രി ജൽസത്തിൽ ഇസ്തിറാഹ. ഒരു അത്തഹിയാത്തിൽ വന്ന് ഒരാളിരുന്നു, ഇമാമിന്റെ അവസാനത്തെ അത്തഹിയാത്തായിരുന്നു. ആ അത്തഹിയാത്തിൽ വന്ന് ഒരാളിരുന്നു. ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കൂടുതൽ അവിടെ ഇരിക്കാൻ പാടില്ല, ഉടനെ എണീറ്റോളണം. കാരണം അദ്ദേഹത്തിന് അത്തഹിയാത്ത് ഇരിക്കാൻ പറ്റിയ ഒരു ചാൻസ് അവിടെ ഇല്ല. ഇമാമിന് വേണ്ടി ഇരുന്നതാണ്. ചാൻസ് എങ്ങനെ ഉണ്ടാകുക? ഇമാമിനോടൊപ്പം 3-ാമത്തെ റക്അത്തിൽ ഒരാൾ തുടരുന്നു. അപ്പൊ ഇമാമിനോടൊപ്പം 3ഉം കിട്ടി, 4ഉം കിട്ടി, അത്തഹിയാത്തും കിട്ടി. അപ്പോ അദ്ദേഹം ഒറ്റക്ക് നിസ്കരിക്കുകയായിരുന്നെങ്കിൽ 2-ാമത്തെ റക്അത്തിന് ശേഷം അത്തഹിയാത്തുണ്ട്. അതാണ് ഇപ്പൊ ഇമാമിനോടൊപ്പം സംഭവിച്ചത് എന്ന് വരാം, എന്നതുപോലെയായി. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ അത്തഹിയാത്ത് കഴിഞ്ഞതിന് ശേഷവും വേണമെങ്കിൽ ഇരിക്കാം. അല്ലെങ്കിൽ അത്തഹിയാത്ത് പൂർത്തിയായിട്ടില്ല എന്ന് കരുതണ്ട. ഇമാം സലാം വീട്ടിയാൽ ഉടനെ നമ്മൾ എണീറ്റോളണം. അതുപോലെ തന്നെ അത്തക്ബീറുൽ ഖിയാമി ബഅദ സലാമിൽ ഇമാമി ഇൻ കാന മൗദിഅ ജുലൂസിഹി ഫഇല്ലാ ഫലാ യുകബ്ബിറു. ഇമാം 2 സലാമും വീട്ടിയതിന് ശേഷം മൗമൂം എണീക്കുമ്പോൾ അതിൽ തക്ബീർ ചൊല്ലണോ ചൊല്ലണ്ടേ? തക്ബീർ ചൊല്ലേണ്ട അവസ്ഥയുമുണ്ട്, ചൊല്ലേണ്ടാത്ത അവസ്ഥയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെയാണ്. അദ്ദേഹത്തിന്റെ ഇരുത്തത്തിന്റെ പോസ്റ്റ് ആണെങ്കിൽ ചൊല്ലി എണീക്കണം. ഇരുത്തത്തിന്റെ പോസ്റ്റ് അല്ലെങ്കിൽ ഫലാ യുകബ്ബിറു, തക്ബീർ ചൊല്ലണ്ട. ഉദാഹരണത്തിന് ഇമാമിന്റെ അവസാനത്തെ റക്അത്തിൽ ഒരാൾ കൂടി, നിസ്കരിക്കുന്ന ആളാണ്, ഇമാമിന്റെ അവസാനത്തെ റക്അത്തിൽ കൂടി. ഇമാം അത്തഹിയാത്തിരുന്നപ്പോൾ അയാളും അത്തഹിയാത്തിരുന്നു. അപ്പൊ ഇമാമ് സലാം വീട്ടിയപ്പോൾ അയാൾക്ക് എന്തായത്? 1 റക്അത്തായി അല്ലെ? 1 റക്അത്തിൽ അത്തഹിയാത്തുണ്ടോ? സാധാരണ നമ്മൾ ഒറ്റ നിസ്കരിക്കുകയാണെങ്കിൽ 1 റക്അത്തിൽ അത്തഹിയാത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ഇരുത്തത്തിൽ ഞങ്ങൾക്ക് തക്ബീർ ചൊല്ലണ്ട. അതേസമയം ഇമാമിന്റെ 3-ാമത്തെ റക്അത്തിലാണ് ഒരാൾ കൂടുന്നത്, നിസ്കരിക്കണ ഇമാമാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് കിട്ടി? 3ഉം കിട്ടി, 4ഉം കിട്ടി ഇമാമിനോടൊപ്പം. ഇമാം അത്തഹിയാത്തിരുന്നപ്പോൾ അയാൾ അത്തഹിയാത്തിരുന്നു. ഇമാം സലാം വീട്ടിയതിന് ശേഷം അയാൾ എണീക്കുമ്പോൾ അവിടെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. എന്തുകൊണ്ട്? അയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്തിൽ ഒരു അത്തഹിയാത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ഇരുത്തത്തിന്റെ പോസ്റ്റ് ആണെങ്കിൽ മാത്രം തക്ബീർ ചൊല്ലുക, ഇല്ലെങ്കിൽ തക്ബീർ ചൊല്ലൽ സുന്നത്തില്ല. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ മസ്ബൂക്കിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞത് ഇമാമിന്റെ സുന്നത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഇനി ജമാഅത്തിൽ വരുന്ന കറാഹത്തുകൾ ഏതെല്ലാം എന്നതാണ്. അത് നാളെ നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ.
ഈ മഹത്തായ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഈ മാസത്തിൻ്റെയും ഈ സമയത്തിൻ്റെയും ഈ സദസ്സിൻ്റെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ അമലുകളെയും നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹുവേ, ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഞങ്ങളുടെ ഈമാൻ നീ പൂർണ്ണമാക്കി തരണേ റഹ്മാനെ. പടച്ചവനെ, ഈ മജ്‌ലിസിന്റെ സവാബിനെ ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും അർവാഹുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാരുടെ അർവാഹുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.